ഇത് വെറും ഗ്രാഫിക്സ്. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ റിയലായി നിങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. 10 മത്സരാർത്ഥികളാണ് നമ്മൾക്കുള്ളത്. ഇതിൽ 2 പേർ കൊട്ടാരത്തിനുള്ളിൽ കയറി കഴിഞ്ഞു. ഇനി ഒരാൾ അങ്ങോട്ടുള്ള യാത്രയിൽ. അവരാരെയും കൊണ്ട് ദൈവം ചെയ്ത് കൊണ്ട് എന്ത് ചെയ്തപ്പോൾ കൊണ്ടൊന്ന് കാണിക്കരുത്. കുറച്ചെങ്കിലും മനസ്സിലാക്കിയാണോ നിങ്ങൾക്കൊക്കെ? എനിക്ക് ടാസ്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്വിറ്റ്. എനിക്ക് പ്രോഗ്രാമേ വേണ്ട. ഞാൻ ക്വിറ്റ് ചെയ്യാം. ഭയം ഒരു പെൺ പടപ്പുറപ്പ്. കോപ്പേർഡ് ബൈ എയ്സ് മണി. ജനതയിൽ അറിയാ വഴികളിലൂടെ ഇടറാതോടി ചുവടും താണ്ടി പകലിൻ വെട്ടം തേടി നിഴലുപോൽ ഒരു ഭീതിയാ ആരോ അണയുമോ അതിജീവനം തുടരുന്നു തളരാതെ വിജയങ്ങൾ തേടിപ്പോകുന്നേ. Everybody run together, hold your breath and save each other. Close your eyes, just say ആരും ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരു പ്രേതാലയത്തിലേക്ക്. അതൊരു പ്രേതാലയമാണെന്ന് പോലും അറിയാതെ കാരോൾ അവളിതാ കൊട്ടാരത്തിലേക്ക് എത്തിയിരുന്നു. കാരോളിൻ, ടെൻഷൻ ഉണ്ടോ? ഉണ്ടാവണല്ലോ. ഇതെന്താണെന്നറിയോ? ഇന്ന് രാത്രി കാരോളിൻ തങ്ങാൻ പോകുന്ന കൊട്ടാരത്തിന്റെ ചരിത്ര പുസ്തകമാണ്. സോ കാരോളിന്റെ ടാസ്ക് കൊട്ടാരത്തിനകത്ത് കിടക്കുക. കൊട്ടാരത്തിനകത്ത് കടന്നതിന് ശേഷം അവിടുത്തെ മുറികളൊക്കെ പരിശോധിച്ച് ആയുധപ്പുര കണ്ടെത്തുക. ആയുധപ്പുരയിൽ നിന്നും മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഉടവാൾ, ചുവന്ന കവച പട്ടയുള്ള അദ്ദേഹത്തിന്റെ ഉടവാൾ, യെസ്, കണ്ടെത്തി ആ ഉടവാൾ എടുത്ത് കൊട്ടാരത്തിന് പുറത്തു വരിക. ഇതാണ് കാരോളിന്റെ ടാസ്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഓക്കെ വണ്ടി അവിടെ നിൽക്കട്ടെ, ഞാൻ വന്നിട്ട് പോയത്. ടാസ്ക് ഓർമ്മയുണ്ടല്ലോ. ഞാനിപ്പോ കരളിന്റെ കണ്ണഴിക്കാൻ പോവാണ്. കാണാൻ പറ്റുന്നില്ല. ഇത് ടോർച്ചാണ്. കാണാൻ പറ്റുന്നില്ല. കണ്ണൊക്കെ അടഞ്ഞു പോന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ലേ? ഓപ്പൺ ആവുന്നില്ല. പത്ത് മത്സരാർത്ഥികൾ 3 ദിവസങ്ങളിലായാണ് ഞങ്ങൾ ഇവരെ കൊട്ടാരത്തിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. ഒരു രാത്രി ഒടുങ്ങും മുമ്പ് ടാസ്ക് പൂർത്തിയാക്കി തിരിച്ചു വരിക എന്നതാണ് അവരുടെ ദൗത്യം. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ആ പ്രേതഭവനത്തിലേക്ക് ഇതാ അടുത്തയാൾ ശില്പ മാർട്ടിൻ. പൊന്നിൻ കാണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിലോ കുളിരുമാ വിരിയും മുഖമിനി മഷിതൊടാമിഴയിലോ പരലുകൾ ഇടയവേ അരുണമാകവിളിയോ പുലരിയോ ശലഭമോ നടകളോ നദികളോ ഒഴുകിയോ. I'm fit for everything. I am the right person for the devil because sometimes I am devil's advocate. ശില്പ ഇപ്പൊ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് ശില്പക്കറിയാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൊട്ടാരത്തിന്റെ ചരിത്രമടങ്ങിയ ഒരു കൊട്ടാര ചരിത്ര പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ കൊട്ടാരത്തിൽ കാലങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന മഹാരാജാവിന്റെയും റാണിയുടെയും ഒക്കെ ജീവിത രീതി ഈ പുസ്തകത്തിലുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്
ഇവർക്ക് വളരെ വലിയ ഒരു സത്കാരപ്രിയരായിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ വരുന്നവർക്കൊക്കെ വിഭവ സമൃദ്ധമായ സദ്യ കൊടുക്കാൻ വളരെ താല്പര്യമായിരുന്നു. രുചികരമായ വിഭവങ്ങൾ വിളമ്പുന്ന തളിക സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ശില്പയുടെ ടാസ്ക് കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുക, മുറികളൊക്കെ പരിശോധിക്കുക, എന്നിട്ട് അവിടെ പാത്രം കൂട്ടി ഇട്ടിരിക്കുന്ന മുറിയിൽ നിന്ന് സ്വർണ്ണ തളിക കണ്ടെത്തുക. ഇതാണ് ശില്പയുടെ ടാസ്ക്. മനസ്സിലായോ? ശില്പ പരിപൂർണമായും ഈ കൊട്ടാരത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. ചുറ്റും ആരും ഉണ്ടാവില്ല. ഒരു വനത്തിന് നടുവിലാണ് ഈ കൊട്ടാരം. All the best. താങ്ക് യു. പേടിയുണ്ടോ? വിളിച്ചേ വിളിച്ചേ ചേട്ടാ നിർത്തിയിട്ട് കുട്ടിയേട്ടാ വേണ്ടല്ലേ ലൈറ്റ് ഓഫ് കാർ സ്റ്റാർട്ട് ചെയ്ത് വളച്ചിട്ടുണ്ട്. ഇപ്പൊ പാനിക്കാവണ്ട.
സ്റ്റെപ്പ് വലിയ സ്റ്റെപ്പാണ്. പാനിക് ആവണ്ട. ടാസ്ക് ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാസ്റ്റർ ഒന്ന് വിളിക്കുക. ഞാനിപ്പോൾ പോവും. ഒരു 20 മിനിറ്റ് ഡിസ്റ്റൻസിൽ ഞാനുണ്ടാവും. പേടിക്കണ്ട, കൃത്യമായി ടാസ്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാസ്റ്റർ, ഇനി നമുക്ക് ഇന്നലെ വീടിനകത്ത് കയറിയ അരുന്ധതിയുടെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? സി, എനിക്ക് പോയിന്റ്സ് വേണ്ട. നിങ്ങൾ ഒന്നും വേണ്ട, എന്നെ തിരിച്ചു കൊണ്ടുപോവോ? കോപ്പ് എടോ, ആരെങ്കിലും വന്നൊന്ന് തിരിച്ചു കൊണ്ടുപോ. മാസ്റ്റർ, ഹലോ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. ഇത് പ്രശ്നമാവത്തില്ലേ? BP ലോ അല്ലേ? സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ആ കുട്ടി ടാസ്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ, എന്നിട്ട് സ്റ്റോപ്പ്. അവളെ കൊണ്ട് അത് പറ്റത്തില്ല. അതല്ലേ അവൾ ഇത്ര നേരമായിട്ട് പറയുന്നത്. അവൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിലല്ല അവളുള്ളത്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? ഇമാതിരിയുള്ള ടാസ്കുള്ള പരിപാടിയാണെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യൂല. ദൈവം എന്നെ വീട്ടിൽ പറഞ്ഞു വിടണം. Will you please listen to me? ആ കുട്ടി അതിന്റെ
ചെന്ന് ഞാൻ എവിടെ നിർത്തി അവിടെ തന്നെ നിൽക്കുന്നത്. അതിന് പേടിയാണ്. പറ്റണ്ടേ, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഈ ഒരു ബ്ലോക്കേജ് മാറിക്കഴിഞ്ഞാൽ ഷീ ക്യാൻ ഡു എനിത്തിങ്. അത് അത്ര എത്തത്തില്ല, കുട്ടി അത്ര എത്തത്തില്ല. ഇപ്പൊ Talk to her. മാസ്റ്റർ ഹലോ. ഇത് നല്ല റിസ്ക് ആണ് കേട്ടോ, ഭയങ്കര കരച്ചിലാണ് കുട്ടി. She's not even trying. Okay. മതി പ്ലീസ്, എനിക്കിത് ചെയ്യാൻ പറ്റൂല. കണ്ടു എന്നൊന്ന് തിരിച്ചു കൊണ്ടുപോ. എന്തെങ്കിലും സംസാരിക്കേ പ്ലീസ്. അവൾ BP നല്ല ഫ്ലക്ച്വേറ്റ് ആയി. പറ്റണില്ല. എനിക്ക് സത്യമായിട്ട് നടുവേദന എടുക്കുന്നതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുപോ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. ഇത് വലിയ റിസ്ക് ആണ്. നെഗറ്റീവ് റിസൾട്ട് എങ്ങാനും ആണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. വൈറ്റൽസ് എല്ലാം മാറുന്നുണ്ട്, ഹാർട്ട് റേറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. യു ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. ഹലോ, എന്നെ ആർക്കെങ്കിലും ഒന്ന് കേൾക്കാവോ? മാസ്റ്റർ പ്ലീസ് എന്നെ തിരിച്ചു കൊണ്ടുപോ. മാസ്റ്റർ പ്ലീസ്. ലെവിൻ, മുന്നോട്ട് പോണ്ട. കുട്ടി നന്നായിട്ട് പാനിക് ആവുന്നുണ്ട്. അതിന് BP ലോ ആണ്, ഒത്തിരിയും പ്രശ്നങ്ങൾ അതിനുണ്ട്. മുന്നോട്ട് പോണ നിർത്ത്. ഞാൻ ക്വിറ്റ് ചെയ്യാം ഈ പ്രോഗ്രാം. ഞാൻ ക്വിറ്റ് ചെയ്യാം. എനിക്കിന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, ഒരു തരി പോലും താല്പര്യമില്ല. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോ. അരുന്ധതി, calm down. അരുന്ധതി, 1 second. ഒരു ഡീപ് ബ്രീത്ത് എടുക്കും. എനിക്ക് കേൾക്കണ്ട. എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ അരുന്ധതി, ലെറ്റ് മീ സേ, എന്താണ് ഇപ്പൊ അരുന്ധതിയെ സ്റ്റോപ്പ് ചെയ്യുന്നത്? എനിക്ക് പേടിയാ. അറ്റ്മോസ്ഫിയർ പേടിയാ. എനിക്ക് എല്ലാം പേടിയാ. എനിക്കൊന്ന് തിരിച്ചു പോണം. എന്നെ തിരിച്ചു കൊണ്ടുപോകും. എനിക്കിത് വേണ്ട. എനിക്ക് പ്രോഗ്രാമേ വേണ്ട. ഐ തിങ്ക് ഐ നീഡ് ടു ഹെൽപ്പ് ഹർ. എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ലെവിൻ, അത് നല്ലത്. അവളുടെ ബോഡി വീക്കായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കാല് പിടിക്കും. നിങ്ങൾ വേറെ ഏതെങ്കിലും കുട്ടികളെ തേടി കണ്ടുപിടിച്ച് കണ്ടസ്റ്റന്റ് അരുന്ധതി, ആ സ്പിരിറ്റിൽ എടുക്കൂ. എനിക്ക് ആ സ്പിരിറ്റ് ഇല്ല. I know you can do this. I can't do this. അരുന്ധതിയുടെ അവസ്ഥ അതിഭീകരമാകുമ്പോൾ അമൃതയ്ക്ക് എന്തു പറ്റിയെന്ന് നോക്ക്.
കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാണ്. ഈ കോപ്പ് ഇരിക്കുന്നില്ല. നല്ലോണം പേടിക്കുന്നുണ്ട് ദേവൻ. ഊരിപ്പോയോ? കാര്യങ്ങൾ അതിരൂക്ഷവും സങ്കീർണവുമായി പോകുമ്പോൾ ആ ഭാർഗവി നിലയത്തിലേക്ക് എൻ്റെ അടുത്ത കരു എത്തുകയാണ്. അങ്കിത. Agale, 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 yaro padunnuvo, agale, yaro padunnuvo, andamilagalam kondu vachada. സ്വപ്നജാലം പല കല്ലോലമെന്നോണമുള്ളാകെ തുള്ളാട്ടമാ ചന്തമുള്ളതാണോ ഉള്ളണിഞ്ഞതാ. യാത്രകളോളം പ്രിയമുള്ളതായി എനിക്ക് വേറെ ഒന്നുമില്ല. പൂക്കളോടും പുഴകളോടും പ്രണയമാണ് എനിക്ക്. കാട് താണ്ടി മല താണ്ടി പുഴ താണ്ടി ഞാൻ ഇങ്ങനെ നടക്കും. ഇനിയിപ്പോ വല്ല പ്രേതമോ ഭൂതമോ ഉണ്ടെങ്കിൽ കൂടെ പോന്നോട്ടെ.